നമസ്കാരം. അമ്മ എന്ന വാക്കിന് എന്തുമാത്രം അർത്ഥതലങ്ങളുണ്ട്. ഓരോരുത്തർക്കും ആ വാക്കു നൽകുന്ന അർത്ഥം ഓരോന്നായിരിക്കും. ആദ്യം വിളിക്കുന്ന വിളി, ആദ്യം കണ്ണിൽ കാണുന്ന ആൾ, ആദ്യം വൈകാരികമായി മനസ്സിലാക്കുന്ന ആൾ, ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും കണ്ടെടുക്കുന്ന ആൾ, അങ്ങനെ ഒരമ്മയ്ക്ക് തൻ്റെ കുട്ടികളെ പരിപാലിക്കുവാൻ എത്രത്തോളം പോകാനാകുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന വിശേഷണം ലഭിക്കുന്നത് ലോകത്ത് ഏതെങ്കിലും സ്ത്രീകൾ ഇഷ്ടപ്പെടുമോ? ആ ഒരു ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. കാരണം അങ്ങനെയൊന്ന് ലോകത്ത് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെ. എന്നാൽ ഇത്തരത്തിൽ ഒരു വിശേഷണം ലഭിച്ച സ്ത്രീയാണ് മേരി ആൻ ബെവൻ. ലോകത്തിലെ ഏറ്റവും വിരൂപിയായ സ്ത്രീ എന്ന പേരിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിങ്ങൾ ചിലപ്പോൾ അവരുടെ മുഖം കണ്ടേക്കാം. ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത ഈ വിശേഷണം ഏറ്റെടുക്കുവാൻ ആൻ എന്ന ആ അമ്മയെ പ്രേരിപ്പിച്ച ത്യാഗത്തിൻ്റെ കഥയാണിത്. ഈസ്റ്റ് ലണ്ടനിലെ ഒരു തൊഴിലാളി വർഗ കുടുംബത്തിലായിരുന്നു മേരി ആൻ ജനിക്കുന്നത്. 7 സഹോദരങ്ങളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. മേരി ആൻ വെബ്സ്റ്റർ എന്നായിരുന്നു അന്ന് അവളുടെ പേര്. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം അവളൊരു നഴ്സായി ജോലിയിൽ പ്രവേശിച്ചു. 1902 അവർ തോമസ് ബെവനെ വിവാഹം കഴിച്ചു. ഏറെ സന്തോഷകരമായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം. അവർക്ക് 4 കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ 1914 തോമസ് ബെവൻ പെട്ടെന്ന് മരണപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ ഏകദേശം 32 വയസ്സുള്ളപ്പോൾ മേരിയിൽ അക്രോമെഗാലി എന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ഇത് ചിലപ്പോൾ ഒരാളുടെ മുഖത്തിന് വിചിത്രമായ രൂപം നൽകിയേക്കാം. അക്കാലത്ത് ഈ രോഗം എന്തെന്ന് പോലും അജ്ഞാതമായിരുന്നു. ക്രമേണ കഠിനമായ തലവേദന അവളെ അലട്ടിത്തുടങ്ങി. ഇതിനിടയിൽ 2 കണ്ണുകളുടെയും കാഴ്ചശക്തിയും കുറഞ്ഞു. ഇതോടെ അവൾക്ക് താൻ ഏറെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത നഴ്സ് ജോലിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഭർത്താവിൻ്റെ അകാല മരണവും ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തേടിയെത്തിയ രോഗവും മേരിയെ തളർത്തി. ഇതോടെ തൻ്റെ 4 മക്കളെ എങ്ങനെ വളർത്തുമെന്നുള്ള ആശങ്ക ആ അമ്മയിൽ നിറഞ്ഞു. ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി. തൻ്റെ വിരൂപമായ ശരീരത്തെ തന്നെ ജീവിത ചെലവിനുള്ള വക കണ്ടെത്തുവാൻ ഉപയോഗിക്കാം. അങ്ങനെ അവൾ വേൾഡ് അഗ്ലിയസ്റ്റ് വുമൺ മത്സരത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു. ആ മത്സരത്തിൽ വിജയിയായ അവൾക്ക് കൈ നിറയെ പണം കിട്ടി. ഒപ്പം സർക്കസിൽ ഒരു ജോലിയും. 1920 സതാംപ്ടണിൽ നിന്ന് അവൾ കപ്പലിൽ സർക്കസ് സംഘത്തോടൊപ്പം അമേരിക്കയിൽ വന്നിറങ്ങുന്നു. മേരി അമേരിക്കയിൽ എത്തിയപ്പോൾ തന്നെ ന്യൂയോർക്കിലെ എല്ലാ പത്രങ്ങളുടെയും പുറംചട്ട അവളുടെ ചിത്രമായിരുന്നു. അവർ അവളെ ഭൂമിയിലെ ഏറ്റവും വിരൂപയായ സ്ത്രീ എന്ന് പ്രഖ്യാപിച്ചു. സർക്കസ് കമ്പനിയിലെ സൈഡ് ഷോകളിൽ പങ്കെടുക്കുക എന്നതായിരുന്നു അവളുടെ ജോലി. കൂടാതെ സർക്കസിലെ പ്രധാന ഐറ്റങ്ങൾക്കിടയിലെ ചെറിയ സമയങ്ങളിൽ കാണികൾക്ക് മുൻപിൽ വെറുതെ പോയി നിൽക്കുകയും വേണം. കാണികൾ അവളുടെ വൈരൂപ്യത്തെ പരിഹസിച്ചും വിമർശിച്ചും ആനന്ദം കണ്ടെത്തി. അവർ പണം വാരിയെറിഞ്ഞു. തൻ്റെ മരണം വരെയും മേരി ചെയ്തത് ഈ ജോലിയായിരുന്നു. അത് അവളുടെ കുടുംബത്തിന് ആവശ്യമുള്ള അത്രയും പണം നൽകി. പരിഹാസവും അപമാനവും സഹിച്ചുകൊണ്ട് തൻ്റെ 4 മക്കൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള വക ആ അമ്മ കണ്ടെത്തി. 2 വർഷത്തിനുള്ളിൽ മേരി അന്നത്തെ 20,000 പൗണ്ട്, അതായത് ഇന്നത്തെ ഏകദേശം 5 ലക്ഷം പൗണ്ട് നേടിയതായി പറയപ്പെടുന്നു. തൻ്റെ 4 കുട്ടികളെയും ബോർഡിംഗ് സ്കൂളുകളിൽ ചേർക്കാൻ അവൾക്ക് ഈ തുക മതിയായിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്കായി അവൾ പതിവായി കത്തെഴുതിക്കൊണ്ടിരുന്നു. അവരുടെ ഭാവി സുരക്ഷിതമാണെന്ന് അറിഞ്ഞതോടെ കാണികളുടെ അപമാനങ്ങൾ മറികടക്കാൻ അവൾ സ്വയം പര്യാപ്തയായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1925 പാരീസിലെ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കുവാനായി യൂറോപ്പിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും കോണി ഐലൻഡ് ഡ്രീംലാൻഡ് ഷോയിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ അവൾ ചിലവഴിച്ചു. അവസാന വർഷങ്ങളിൽ അവൾ കടുത്ത മദ്യപാനിയായെന്നും മോശം നിക്ഷേപങ്ങൾ കാരണം അവളുടെ സ്വത്ത് വളരെയധികം നഷ്ടപ്പെട്ടു എന്നും പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിൽ 1933 ഡിസംബർ 26 തൻ്റെ 53ാമത്തെ വയസ്സിൽ മേരി ആൻ ബെവൻ മരിച്ചു. ഇന്ന് ലോകത്തിലെ അനീതികളുടെ ഒരു ദാരുണമായ സാക്ഷ്യമാണ് മേരി ആൻ ബെവൻ. കാരണം മറ്റൊന്നുമല്ല, ലോകം ഇന്നും അവൾ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്നാണ്. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന വിശേഷണത്തോടെ അല്ല അവർ അറിയപ്പെടേണ്ടത്. മറിച്ച് അതിജീവനത്തിനായി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത ഒരു മികച്ച അമ്മയായി വേണം ബെവനെ ഓർത്തെടുക്കാൻ. എന്നാൽ ബെവൻ അവരുടെ മോശം സാഹചര്യം പൂർണ്ണമായും സ്വന്തം നേട്ടത്തിനായി ചൂഷണം ചെയ്തുവെന്ന് കരുതുന്നവർ പോലും ഇന്നുണ്ട്. ജീവിതകാലത്ത് അവൾക്ക് നേരിടേണ്ടി വന്ന അപമാനവും പരിഹാസവും അവളുടെ മരണശേഷവും തുടരുന്നു. ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ
ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന വിശേഷണത്തോടെ അവളുടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ബെവൻ അവരുടെ മോശം അവസ്ഥയെ ജീവിതത്തിലെ ഒരു പുതിയ ലക്ഷ്യമായി വീണ്ടെടുക്കുകയായിരുന്നു. അവരുടെ ത്യാഗം മനസ്സിലാക്കിയവർക്ക് അവരെ പരിഹസിക്കുവാനോ വിമർശിക്കുവാനോ സാധിക്കുകയില്ല. അതിലുമുപരി അക്രോമെഗാലി എന്ന രോഗത്തോട് ഇന്നും പൊരുതുന്ന നിരവധി രോഗികൾക്ക് ഒരു വലിയ പ്രചോദനമാണ് മേരി ആൻ ബെവൻ എന്ന പേര്. ഗ്രീഫ് ഹിസ്റ്ററി എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ മേരി ആൻ ബെവൻ്റെ കഥ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ലോകം വീണ്ടും അവരെ ഓർത്തെടുത്തത്. ആ പേജിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട സ്ത്രീ എന്ന വിശേഷണത്തോടെ അല്ല ബെവൻ അറിയപ്പെടേണ്ടത്, മറിച്ച് അതിജീവനത്തിനായി തനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്ത അത്ഭുതകരമായ ഒരു അമ്മയായി വേണം ബെവനെ ഓർത്തെടുക്കാൻ. ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അവർ അങ്ങനെ ഒരു അമ്മയായി ഓർമ്മിക്കപ്പെടട്ടെ. ഇന്ന് സൗത്ത് ലണ്ടനിലെ ലേഡി വെൽ ആൻഡ് ബ്രോക്ലി സെമിത്തേരിയിൽ ആ അമ്മ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.